ഹലോ എവരി വൺ. അപ്പം നമുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കാം അല്ലേ? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അപ്പം നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ പറഞ്ഞു റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലാണ് പറഞ്ഞു വന്നത്. റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ താമസിച്ച് അവിടെ ഉണ്ടായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ എക്സൈറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ആകെ കൂടെ കമ്പനി ഉണ്ടായിരുന്ന ഒരു അണ്ണാൻകുട്ടിയും പിന്നെ ആ ബാനിയൻ ട്രീ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന അഡ്വഞ്ചേഴ്സും അതിലുണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അതായത് ഈ കഥയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ വലിയ എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് എവിടെയാ? ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്സ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. അപ്പോൾ ഒരു പ്രത്യേകതരം ഒരു സംഭവം ഉണ്ടാവാണ്. ആ സംഭവത്തിലൂടെ ആ സമ്മർ മുഴുവൻ അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവാണ്. അപ്പൊ എന്താണ് നമുക്ക് ആ സംഭവം നോക്കാം. That was the time I saw a mongoose and a cobra fighting to death in garden while I sat directly above them in the banyan tree. അപ്പൊ എന്താ കാണുന്നത്? അപ്പൊ അവിടെ നിന്ന് ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് കാണുകയാണ് എന്ത്? ഒരു കോബ്രയും ഒരു മംഗൂസ്, ഒരു കീരിയും ഒരു കോബ്രയും കൂടിയുള്ള ഒരു ഫൈറ്റ് എവിടെ? ഗാർഡനിൽ ഉണ്ടാവാൻ പോണ. It was April afternoon and the warm breeze of approaching summer had sent everyone including the grandfather indoors. അല്ലേ? അതൊരു ഏപ്രിലെ ഒരു ആഫ്റ്റർനൂൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ? വാം ബ്രീസ് ആയിരുന്നു. അതായത് ചൂടുകാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും, നമ്മുടെ ഗ്രാൻഡ് ഫാദർ വരെ എന്ത് ചെയ്തു? ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോയി, വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. It was feeling drowsy myself and was wondering if I should go to the pond behind of the house for a swim. അപ്പോൾ ഞാനും എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? റസ്കിൻ ബോണ്ടും ആലോചിച്ചു എന്ത്? റസ്കിൻ ബോണ്ടിനും ഉറക്കം തോന്നുന്നുണ്ട്. ഇപ്പൊ റസ്കിൻ ബോണ്ടും വിചാരിച്ചു എന്ത്? വീടിന്റെ ബാക്കിലുള്ള കുളത്തിൽ പോയി നീന്തിയാലോ. When I saw a huge cobra gliding out of the clumps of cactus and making for some cooler part of the garden. അപ്പോൾ as I said, ഈ സമയം എന്താണ്? സമ്മർ ടൈമാണ്. ഇപ്പോൾ ഇവിടെ ഏപ്രിൽ ടൈമിൽ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കോബ്ര എന്ത് ചെയ്തു? ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് അത് എന്ത് ചെയ്തു? കാക്ടസിൻ്റെ ഒരു കൂട്ടം, ക്ലംസ് ഓഫ് കാക്ടസ് പറഞ്ഞ ഒരു കൂട്ടം കാക്ടസിൻ്റെ അവിടേക്ക് കുറച്ച് കൂളർ പാർട്ട്, കുറച്ച് തണുപ്പുള്ള ഏരിയയിലേക്ക് നടന്നു വരികയാണ്. നടന്നു വരല്ല, എഴഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ എഴഞ്ഞു വരുന്നത് എന്താ? അത്രയും ചൂടൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തണുപ്പുള്ള ഏരിയ പ്രതീക്ഷിച്ച് എഴഞ്ഞു വരാണ്. അറ്റ് ദാറ്റ് ടൈം എ മംഗൂസ് ഹു ഹാഡ് സീൻ ഓഫൻ. ആ മംഗൂസിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റസ്കിൻ ബോണ്ട് കാണാറുണ്ട്. emerged from the bushes and went straight for the cobra. അപ്പോൾ എന്താ? ഈ കോബ്രേനെ കണ്ട വഴിക്ക് നമ്മുടെ മംഗൂസ്, ഈ കീരി എന്ത് ചെയ്യാണ്? കോബ്രയുടെ അടുത്തേക്ക് നേരെ പോവാണ്. In a clearing beneath the tree in bright sunshine they came face to face. അപ്പം എന്താണ്? ഈ കറക്റ്റ് മരത്തിന്റെ താഴെ, ബിനീത്ത് എന്ന് പറഞ്ഞ താഴെ എന്താണ്? ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൂര്യന്റെ പ്രകാശത്തിൽ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വരാണ്. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. അപ്പോൾ കോബ്രയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്ത്? ഈ മംഗൂസ്, ഈ 3 feet ഉയരമുള്ള മംഗൂസ് എന്താണ്? സൂപ്പർ ഫൈറ്ററാണ്, ക്ലെവറാണ്, അഗ്രസീവാണ്. നല്ല ഫാസ്റ്റായിട്ടും നല്ല ദേഷ്യത്തിലും നല്ല സമർത്ഥനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് കോബ്രയ്ക്ക് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. നമ്മുടെ കോബ്ര അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, ആൾക്കും അത്യാവശ്യം നല്ല സ്കില്ലുണ്ട്. പിന്നെന്താ? എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാ, അത്യാവശ്യം കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ മംഗൂസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉണ്ട്. He could move swiftly and strike with the speed of light. He could move swiftly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡോടെ. സ്വിഫ്റ്റ് കാറിനൊക്കെ കേട്ടിട്ടില്ലേ? സ്പീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? He could move swiftly and strike with the speed of a light. അപ്പോൾ എന്താ? സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൊത്തുക. അപ്പോൾ വെളിച്ചത്തിന്റെ സ്പീഡിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് കുത്താൻ പറ്റുമെന്നാണ് പറയണത്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ദിസ് ലോങ് ഷാർപ്പ് ഫാങ് were full of deadly venom. അപ്പോൾ സാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, അതിന്റെ പല്ല്. ഇവിടെ ഫാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല്, വിഷപ്പല്ല് എന്നർത്ഥം. സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആ സഞ്ചി. അപ്പോൾ ആ വിഷപ്പല്ലിൽ എന്താ? വിഷപ്പല്ലിന്റെ ബാക്കിൽ എന്താ? സഞ്ചി ഉണ്ട്. ഡെഡ്ലി വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം. വെനം എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇതൊരു ചാമ്പ്യന്മാരുടെ ഫൈറ്റാണ് എന്നല്ലേ? മംഗൂസും ഒരു ചാമ്പ്യനാണ്, ഈ കോബ്ര ഒരു ചാമ്പ്യൻ. അപ്പോൾ രണ്ടുപേരും കൂടിയുള്ള ഒരു സൂപ്പർ ഫൈറ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഹിസ്സിങ് ഡിഫൈൻസ് എന്ന് പറഞ്ഞാൽ, ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ പാമ്പുണ്ടാക്കുന്ന ഹിസ്സിങ് ഉള്ള സൗണ്ടാണ്. ഇവിടെ ഡിഫൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. ഹിസ് ഫോക്ഡ് ടങ്
darting in and out, and the cobra raised 6 feet off the ground and spread his broad spectacled hood. വേറൊന്നുമല്ല, ഇവിടെ പാമ്പ് എന്താണ് ഒരു ഫൈറ്റിന് റെഡി ആയിട്ട് ഫോക്ഡ് ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും, സ്പൂൺ ആൻഡ് ഫോക്ക് കണ്ടിട്ടില്ലേ, ആ ഫോക്ക് പോലെ 2 സൈഡായിട്ടാണ് അതിൻ്റെ നാവ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട്, ഡ്രാട്ടിങ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കും ഉള്ളിലേക്കും കൊണ്ടുവരിക. അപ്പോൾ നാവ് പുറത്തേക്കും ഉള്ളിലേക്കും കൊണ്ടുവരികയാണ് സ്പീഡോടുകൂടി. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, സ്പ്രെഡ് ഹിസ് ഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്തി. ആ പത്തിയിൽ എന്താണ് ആവുന്നത്, സ്പെക്ടക്കിൾഡ് ഹുഡ്. പാമ്പിന്റെ പത്തിയുടെ ബാക്കിൽ കണ്ടിട്ടില്ലേ, കണ്ണാട പോലെ ഒരു ഷേപ്പ്, ആ ഷേപ്പിനാണ് സ്പെക്ടക്കിൾഡ് ഹുഡ് എന്ന് പറഞ്ഞത്. The mongoose bushed his tail, the long hair, his spine stood up. In the past, the very thickness of the hair have saved him from bites that would have been deadly fatal. ഇവിടെ ഫാറ്റൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മരണം എന്നാണത്, ഫോർ അതേഴ്സ്, ടു അതേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ, മംഗൂസിന്റെ, നമ്മുടെ കീരിയുടെ കുറച്ച് വിശേഷണങ്ങളാണ് പറയുന്നത്. എന്താണ്, കീരിയുടെ വാലും, പിന്നെന്താ പറയുന്നത്, ലോങ് ഹെയർ ഓൺ ദ സ്പൈൻസ്, ആ മുടിയും, ആ ഇതൊക്കെ എന്താണ് പല ഇതേപോലത്തെ ഫൈറ്റുകളിൽ നിന്നും കീരിനെ രക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. ഈ കൊമ്പാറ്റൻസ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റേഴ്സിന് ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ പ്രസൻസ് ഇവർക്ക് അറിയുന്നില്ല, പക്ഷേ അവിടെ വേറെ 2 ആളുടെ പ്രസൻസ് അവരറിഞ്ഞു. ആരൊക്കെയാണ് അവർ? വൺ വാസ് മൈന ആൻഡ് അതർ a jungle crow, not a willy urban crow. ഇവിടെ വില്ലി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതായത് നല്ല തന്ത്രശാലിയായ അർബൻ എന്ന് പറഞ്ഞാൽ എന്താ, സിറ്റിയിലുള്ള ക്രോ ഒന്നല്ല, ഇത് വെറുതെ ഒരു റൂറലിൽ നമ്മുടെ സാധാരണ ഒരു ക്രോ ആണ്. വലിയ ഐഡിയയും വലിയ ഇത്രപാടൊന്നും ഇല്ലാത്ത, കള്ളത്തരമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ക്രോ. They had seen these preparations for the battle and had settled on the cactus to watch the outcome. അപ്പോൾ അവരെന്താ, they had seen the preparations for the battle. അപ്പോൾ ഇവരെ പ്രിപ്പറേഷൻസ് കണ്ട് ഇവരെന്ത് ചെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ 2 പേര് യുദ്ധം ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു മൈനയും ഇവിടെ ഒരു ക്രോവും എന്ത് ചെയ്യാണ്, വന്നിരിക്കുകയാണ് ഇത് കാണാനായിട്ട്. They had been content only to watch. All would have been well with both of them. അവർ രണ്ടുപേരും അത് കണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ടന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കുഴപ്പം, എന്താ പറയുക, സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ എന്താ പറയുക, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവർ രണ്ടുപേരും അത് കണ്ടിരുന്നെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. The cobra stood on the defensive, swaying slow from side to side, trying to mesmerize. അപ്പോൾ ഇവിടെ എന്താ, കോബ്ര ഡിഫെൻസീവായിട്ട് നിന്നു, ഡിഫെൻഡ് ചെയ്ത് നിന്നു, പ്രതിരോധത്തിൽ നിന്ന്. സ്വിങ് സ്ലോലി എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ തല ആടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ, ആ ഹുഡ് ആടുന്ന കണ്ടിട്ടില്ലേ. ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു ദ മാർക്കിംഗ് എ ഫാൾസ് മൂവ്. അപ്പോൾ എന്തിനാണ് അത് അങ്ങനെ ചെയ്തത്? ആ പാമ്പ് ഇങ്ങനെ പത്തി ആടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മെസ്മറൈസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ആ മംഗൂസിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് അതിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഇങ്ങനെ കാണിച്ച് ഒരു ഫോൾസ് മൂവ്, അതായത് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വേറെ മൂവ് നടത്തിയിട്ട് മംഗൂസിനെ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പാമ്പിന്റെ ഉദ്ദേശം. ബട്ട് the mongoose knew the power of his opponent's glassy unwinking eyes. ഇവിടെ ഗ്ലാസി അൺവിങ്കിങ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകാശമുള്ള, നല്ല തിളക്കമുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അൺവിങ്കിങ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത്രയും ഇമ വെട്ടാതെ അത്രയും തിളക്കമുള്ള കണ്ണുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. അപ്പോൾ ഒരിക്കലും മംഗൂസ് എന്ത് ചെയ്തില്ല, അത് നോക്കാനായിട്ട് ശ്രദ്ധിച്ചില്ല, അത് ആ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. Instead, he fixed his gaze at the point just below the cobra's hood and opened attack. അതിന് പകരം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഗ്ലേസ്, ഇവിടെ ഗ്ലേസ് എന്ന് ഉദ്ദേശിച്ചാൽ നോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, കോബ്രയുടെ ആ പത്തിക്ക് താഴെ ജസ്റ്റ് അതിലേക്ക് നോക്കിയിട്ട് ആൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. അപ്പം എന്താ, മുമ്പിലേക്ക് ചാടി വരും, പക്ഷെ കോബ്രയുടെ റീച്ച്, കോബ്രയ്ക്ക് ആ കുത്തണ ആ റീച്ച് ഉണ്ടാവില്ല. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. ഇവിടെ എന്താ പറയുന്നത്, ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൾസ് മൂവ് ആര് നടത്തുന്നു, ഫെയിൻറ്റ് ഇവിടെ ഫാൾസ് മൂവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റായ ഒരു ഡയറക്ഷനിലേക്കുള്ള നീക്കം ആര് നടത്തുന്നു, നമ്മുടെ കീരി നടത്തുന്നു. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could have saved the mongoose. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്,
ഈ പാമ്പിൻ്റെ ഹുഡ്, പാമ്പ് എന്ത് ചെയ്തു, പത്തി കൊണ്ട് ഒരൊറ്റ കുത്താണ്. ആ ഫോൾസ് മൂവ് കണ്ടപ്പോൾ, മംഗൂസിൻ്റെ ഫോൾസ് മൂവ് കണ്ടപ്പോൾ ഒരു കുത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ് എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ട് പ്രതീക്ഷിച്ചു എന്ത്, ഈ കുത്ത് കിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും മംഗൂസിന് ജീവനോടെ ഉണ്ടാവില്ല. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ് ആൻഡ് ഡ്രാട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അപ്പം എന്താണ്, ബട്ട് ദാറ്റ് ലിറ്റിൽ ഫെലോ, അവൻ അതിനേക്കാളും വലിയ പുള്ളിയാണ്. ആളെന്ത് ചെയ്തു, ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്, വേറൊരു സൈഡിലേക്ക് ചാടി മാറി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. സോറി, ഇവിടെ ഡാർട്ടഡ് ആസ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങി മാറുക എന്നർത്ഥം. സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, പാമ്പ് മാറിയ പോലെ തന്നെ, പാമ്പ് നീങ്ങി മാറി പോയ പോലെ തന്നെ ഇവിടെ മംഗൂസം എന്ത് ചെയ്താണ്, കീരിയും നീങ്ങി മാറിപ്പോവാണ്. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ ഔട്ട് ഓഫ് റീച്ച്. അപ്പം എന്താണ്, ഇങ്ങനെ ചാടി മാറുക മാത്രമല്ല ഈ കീരി ചെയ്തത്, ആ സ്നേക്കിൻ്റെ ബാക്കിൽ, ആ പത്തിയുടെ ബാക്കിൽ കടിക്കും കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും ഡാർട്ടിങ് അവേ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡാർട്ടിങ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി മാറുക എന്നർത്ഥം, മുന്നോട്ട് ചാടുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ചാടി രക്ഷപ്പെടുക എന്നാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in the midair, striking at each other, and they returned to the cactus plant. ഇവിടെ വേറെ ഒന്നുമല്ല, ഇവിടെ ഇപ്പോൾ ഈ കോബ്ര ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഈ ക്രോയും മൈനയും എന്ത് ചെയ്യണം, ഹേർഡിൽ ദംസെൽഫ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക, ഈ ഫൈറ്റിലേക്ക് അവരും കൂടി ഇറങ്ങി ചെല്ലുക. എന്നിട്ട് എന്താണ് ആവുന്നത്, അവർ ഫൈറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്താണ്, ദേ കൊലൈഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ. ഈ മൈനയും കാക്കയും എന്ത് ചെയ്യണേ, അവർ കൂട്ടിയിടിക്കുകയാണ് ഈ എയറിൽ, ആകാശത്ത് വെച്ചിട്ട് അവർ കൂട്ടിയിടിക്കുകയാണ്. ഇവിടെ സ്ട്രിങ്കിങ് അറ്റ് ഈച്ച് അതർ, സ്ട്രിങ്കിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൗണ്ട് ഉണ്ടാക്കുക, അവർ കൂട്ടിയിടിച്ച് അവർ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവർ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്സ്, അവർ പിന്നെ തിരിച്ചു പോകും. A few drops of blood glistered on cobra's back. ഇവിടെ ഗ്ലിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോര ഉണ്ടല്ലോ, ഈ പത്തിയുടെ മുകളിൽ കിടന്നിട്ട് തിളങ്ങുക എന്നൊക്കെ അർത്ഥം, മനസ്സിലായില്ല, സൂര്യപ്രകാശത്തിൽ തിളങ്ങുക എന്നൊക്കെ അർത്ഥം, കാണാൻ പറ്റിയെന്ന് അർത്ഥം ഈ റസ്കിൻ ബോണ്ടിന്. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the bird dived at the snake, bumped into each other instead, and returned shrinking to the safety of the cactus. അപ്പം എന്താ, വീണ്ടും ഇതേ ഇൻസിഡൻറ്റ് ഉണ്ടാവണേ, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, കോബ്ര കുത്താൻ നോക്കുന്നു, പക്ഷേ മംഗൂസ് എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു, മംഗൂസ് ചാടി രക്ഷപ്പെടുന്നു. അതേ ടൈമിൽ ഈ രണ്ട് ബേർഡ്സും, ഈ മൈനയും ക്രോയും അവരുടെ അടുത്തേക്ക് ഡൈവ് ചെയ്യുന്നു, ഈ സ്നേക്കിൻ്റെ അടുത്തേക്ക് ഡൈവ് ചെയ്യുന്നു. അവർ വീണ്ടും ബംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുക എന്നർത്ഥം, അവർ വീണ്ടും കൂട്ടിയിടിക്കുന്നു, വീണ്ടും സ്ട്രിങ്കിങ് അവേ എന്ന് പറഞ്ഞു. ഇവിടെ സ്ട്രിങ്കിങ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് അവരെ കാക്ടസിലേക്ക് തിരിച്ചു പോയിരിക്കും. The third round followed the same course as the first with a dramatic difference. അപ്പം എന്താ, വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാവണം, പക്ഷേ ഇവിടെ ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ് ഉണ്ടാവണം, ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവണം. എന്താ ഡിഫറൻസ് നമുക്ക് നോക്കാം. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. അപ്പോൾ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഈ രണ്ട് ബേർഡ്സും എന്ത് ചെയ്യാണ്, ഈ ക്രോയും മൈനും എന്ത് ചെയ്യാണ്, വീണ്ടും ആ പാമ്പിൻ്റെ അടുത്തേക്ക് ഈ ഫൈറ്റിലേക്ക് ഇറങ്ങി വരാണ് അവർ. പക്ഷേ ഈ പ്രാവശ്യം എന്ത് സംഭവിക്കുന്നു, അവർ കൂട്ടിയിടിച്ചില്ല. അവർ കൂട്ടിയിടിക്കാത്തതിന് പകരം വേറൊരു സംഭവം സംഭവിച്ചു. എന്താണ് ആ സംഭവിച്ചത്, ദേ മിസ്ഡ് ഈച്ച് അതർ, അവർ രണ്ടുപേരും അവർ മിസ് ചെയ്തു പോയി, കൂട്ടിയിടിച്ചില്ല. ബട്ട് ദ മൈന ഫ്ലൂ ആൻഡ് റീച്ച് ടു ഹിസ് പേർച്ച്. പേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടം, ഇരിക്കുന്ന സ്ഥലം, ആ കൊമ്പ്, ചില്ല, ബേർഡ് വന്നിരിക്കുന്ന സ്ഥലം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ ഇൻ ദ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snot thudding against the crow's body. അപ്പോൾ ഇവിടെ എന്താണാവണേ, ഈ ക്രോ അങ്ങനെ തിരിച്ച് ആ കാക്ടസിൽ വന്നിരിക്കാൻ നോക്കുന്ന സമയത്ത് അതിനെ പറന്ന് പൊന്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇത്രയും സമയം നമ്മുടെ കോബ്രയ്ക്ക് ഇത്രയും ദേഷ്യം പിടിച്ച് നിൽക്കായിരുന്നു. കാരണം മംഗൂസിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല, കോബ്രയ്ക്കാണെങ്കിൽ
2-3 കടി കിട്ടുകയും ചെയ്തു. മംഗൂസ് നന്നായി കോബ്രനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനിലാണ് ഈ കോബ്ര നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ കോബ്ര എന്ത് ചെയ്യാണ്, ആഞ്ഞൊരു കുത്താണ്. ഏതിനെ? ഈ ക്രോനെ കുത്താണ്. ഇവിടെ സ്നോട്ട് എന്ന് ഉദ്ദേശിച്ചത് മുഖം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുഖം എന്ന് പറഞ്ഞാൽ ഈ മൂക്കും വായയുടെ താഴെ ഉള്ള ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണല്ല, മൂക്കും വായൊക്കെ മൃഗങ്ങളുടെ. ഓക്കെ. തഡിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുത്തുക എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അഗെയിൻസ്റ്റ് തട്ടുക, തട്ടിപ്പോവുക, ഗ്രേറ്റ് ഫോഴ്സിൽ ഭയങ്കര ശക്തിയിൽ തട്ടുക എന്നൊക്കെ അർത്ഥം. ഇപ്പം എന്താ ഉണ്ടാവണേ? ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet across the garden, where after fluttering about for a while it stayed still. The myna remained on the cactus plant, very wisely refrained from interfering in. അപ്പം ഞാൻ കണ്ടു എന്ത്? The bird flung നിയർലി 20 feet across the garden. അപ്പം എന്താ, കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് ബേർഡ് പറന്ന് പോണത് പോലെ കണ്ടു. പക്ഷെ എന്താണ് ഫ്ലട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് പടയുക. ഫോർ എ വൈൽ ഇറ്റ് സ്റ്റേ സ്റ്റിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അനങ്ങാതെ അവിടെ കിടക്കാൻ തുടങ്ങി. എന്ത്? ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാൻ വെരി വൈസ്ലി. മൈന എന്ത് ചെയ്തു? മൈന കാക്ടസ് പ്ലാനിൽ തന്നെ ഇരുന്നു. വൈസ്ലി റിഫ്രൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇടപെടുകാതെ ഇരിക്കുക, ഇനി ഈ പാമ്പിനെ ശല്യം ചെയ്യാതെ ഇരിക്കുക. ഫ്രം ഇന്റർഫിയറിങ് അഗെയിൻ, ഇനി ഈ എന്താ പറയുക, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അർത്ഥം. അതായത് ഇനി പോയില്ല, റെസ്ട്രിക്റ്റ് ചെയ്തു. ഫ്രം ഇന്റർഫിയറിങ് എന്ന് പറഞ്ഞാൽ ഇടപെടുക. The cobra was weakening and the mongoose walked fearlessly to it, raised himself on the short legs and was lighting snap, had the big snake by the snout. അപ്പം എന്താണ് ഇവിടെ കോബ്ര വീക്കായി. കാരണം എന്താ, കോബ്ര 1-2 പ്രാവശ്യം ഈ മംഗൂസിനെ, ഈ കീരിനെ കുത്താൻ നോക്കിയിട്ട് പറ്റിയില്ല, അത് മിസ്സായി പോവുകയും ചെയ്തു. പക്ഷെ മംഗൂസ്, നമ്മുടെ കീരി നല്ല പണി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ ക്രോനൊരു കുത്തുകയും ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ആകെ വയ്യാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ മംഗൂസ്, നമ്മുടെ കീരി ഭയങ്കര ശക്തിമാനും ധൈര്യവാനുമായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് വിത്ത് ലൈറ്റ്നിങ് snap had a big snake by the snout. The cobra writhed എന്നോട് ഉദ്ദേശിക്കുന്നത് writhed and slashed about in a frightening manner. ഇവിടെ റൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റൈറ്റ് എന്നാണ്. റൈറ്റ് ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് വിറയ്ക്കുക എന്നൊക്കെ അർത്ഥം. ഓക്കെ. പേടിച്ച് ഭയന്ന് പോവുക എന്നൊക്കെ അർത്ഥം. ആൻഡ് സ്ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. അപ്പോൾ പേടിച്ചു പോയി മൊത്തത്തിൽ. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ നോട്ട് വെയിൽ. അപ്പോൾ എന്താണ് പാമ്പിൻ്റെ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ പാമ്പ് എന്ത് ചെയ്യാണ്, കീരിനെ കോയിൽഡ് ചെയ്യാണ്. കോയിൽഡ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുക എന്നർത്ഥം. പക്ഷേ അതെന്ത് ചെയ്തില്ല, ബട്ട് നോട്ട് ഓൾ എ വെയിൽ. വെയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യമായില്ല. ദ ലിറ്റിൽ ഫെല്ലോ ഹങ് ഗ്രിംലി ഓൺ until the snake had ceased to struggle. അപ്പോൾ എന്താ പറയണേ, ഇവിടെ ഹങ് ഉദ്ദേശിക്കുന്ന കടിച്ചു. എന്ത്? ഗ്രിംലി ഓൺ, ഭയങ്കര ശക്തിയോടെ കടിച്ചു എന്നാണ് പറയണത്. പാമ്പിനെ കടിച്ചു പിടിച്ചു. ആര്? നമ്മുടെ മംഗൂസ് കടിച്ചു പിടിച്ചു. and then smelt along in shiveringly length and gripping it round the hood dragged into the bushes and smelt along. അപ്പോൾ എന്താ, കടിച്ചു പിടിച്ചു. ceased to struggle കൂടെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മരിക്കണ വരെ, അതിനെ പറ്റുന്ന വരെ കടിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. അതായത് അത്രയും സ്ട്രോങ് ആയിട്ട് കടിച്ചു പിടിച്ചു. ആൻഡ് സ്മെൽറ്റ് അലോങ് ദ സ്ന്യൂറിങ്. ഇവിടെ സ്ന്യൂറിങ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെടച്ചിലുണ്ടല്ലോ, മരിച്ചു കഴിയണ ആ സമയം വരെയുള്ള ആ ഒരു പെടച്ചിൽ, അത് സ്മെല്ല് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ആര്? നമ്മുടെ മംഗൂസ്. അത് മണത്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. അപ്പോൾ എന്തുണ്ടാവുന്നത്, അങ്ങനെ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി പാമ്പ് മരിച്ചു. എന്നിട്ട് എന്താ, ഡ്രാഗ്ഡ് ഇൻ ടു ദ ബുഷസ്. അതിനെ ബുഷസിൻ്റെ അവിടെ കൊണ്ടിട്ടു. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, ഹോപ്ഡ് അബൌട്ട് ആൻഡ് പിയർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ദെൻ സ്ട്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലൂ അവേ. അപ്പോൾ മൈന ഇതൊക്കെ കണ്ട് മൈന എന്ത് ചെയ്തു, വളരെ സാവധാനം നിലത്തിറങ്ങി. ഹോപ്ഡ് അബൌട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി. പിയർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. ആ ബുഷസിലേക്കൊന്നും ദൂരത്തുനിന്ന് നോക്കി. ഇവിടെ നോക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ദെൻ സ്ട്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ. സ്ട്രിൽ ക്രൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കി കൺഗ്രാജുലേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കീരിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് പറന്നു പോയി എന്നാണ് അർത്ഥം. When I had also made a conscious descent from the tree and returned to the house. ഇവിടെ മരത്തിൽ നിന്ന് ഇറങ്ങി
നമ്മുടെ റസ്കിൻ എന്താ ചെയ്യണത്? ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വോൺ. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. അപ്പം എന്താ, ഈ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഈ റസ്കിൻ ബോണ്ട് എന്ത് ചെയ്യാണ്? ഇത് പോയി മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മുത്തശ്ശൻ വളരെ പ്ലീസ്ഡായി സന്തോഷിച്ചു. ഇത് കേട്ട് വളരെയധികം സന്തോഷിച്ച് മുത്തശ്ശൻ എന്ത് ചെയ്തു? ആ മംഗൂസിനെ ആ ഗാർഡനിൽ ജീവിക്കാൻ അനുവാദം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ അതിനെ സ്ക്രാപ്സിനോട് ഉദ്ദേശിക്കുന്നത് ബാക്കി വന്ന ഭക്ഷണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭക്ഷണമൊക്കെ എന്ത് ചെയ്തു? കിച്ചണിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങി. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മുത്തശ്ശൻ അതിനെ പിണക്കാൻ നോക്കില്ല. ടേമിങ്ങോട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പിണക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചത് അത് നോക്കിയില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വെർ ഓൾവേസ് യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അപ്പം എന്താ വൈൽഡ് മംഗൂ എന്ന് പറഞ്ഞാൽ എന്താ? കാട്ടിലെ ഈ അതായത് പുറമെ കാട്ടിലുള്ള ഈ കീരി എപ്പോഴും വളരെ ഉപകാരപ്രദമാണ്. കാരണം എന്താ, വീട്ടിലെപ്പോഴും ഈ പാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും അതിനൊക്കെ ഇതൊക്കെ നോക്കാനൊക്കെ പറ്റും, അതിനൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആരും ഈ കീരിനെ എന്ത് ചെയ്തില്ല? ഉപദ്രവിച്ചില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. 3 ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ റസ്കിൻ ബോണ്ടിന്റെ കുട്ടിക്കാലം പറയുന്നു. റസ്കിൻ ബോണ്ട് എങ്ങനെയാണ് അവധി ചെലവഴിച്ചത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, എന്തൊക്കെയാണ് ആ ബാനിയൻ ട്രീയിൽ ചെയ്തിരുന്നത്. ഇതാണ് ഫസ്റ്റത്തെ ആ ഒരു ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മംഗൂസും ഈ കീരിയും ഈ പാമ്പും തമ്മിലുള്ള ഫൈറ്റാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു തേർഡ് ഫേസും കൂടെ ഉണ്ട്, ഒരു മൂന്നാമതൊരു ഭാഗം കൂടി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? നമുക്കറിയാം എന്ത്, നമ്മുടെ കീരിക്ക് ഇവിടെ ഗ്രാൻഡ് ഫാദർ പെർമിഷൻ കൊടുത്തു, ഗാർഡനിൽ ഇനി സുഖമായിട്ട് നടന്നു, കുഴപ്പമൊന്നുമില്ല. ഈ ഗാർഡന്റെ ഫുൾ ഉത്തരവാദിത്തം കീരിയുടെ മുകളിലായി. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? So, from the banyan tree, I often saw the mongoose patrolling the 4 corners of the garden, and once I saw him with an egg in his mouth, and I knew that it has been the poultry house. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഫ്രം ദ ബാനിയൻ ട്രീ ഐ ഓൾവേസ് യൂസ് ടു സീ ദ മംഗൂസ് പെട്രോളിംഗ്. പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇവിടെ എന്താ പോലീസുകാർ ഇങ്ങനെ വണ്ടി ഓടിച്ച് പെട്രോൾ ചെയ്യുന്ന പറയില്ലേ, ഈ നോക്കാന്ന് പറയില്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങില്ലേ. അതേപോലെ ഇവിടെ സൂക്ഷിക്കാനായിട്ട്, ഈ ഗാർഡൻ സൂക്ഷിക്കാനും ഗാർഡനറായിട്ടും ഗാർഡൻ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ആരുണ്ട്? മംഗൂസ് ഉണ്ട്. ആ മംഗൂസ് 4 കോർണറുകളിലും ഇങ്ങനെ നടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഗാർഡന്റെ മൊത്തം ഉത്തരവാദിത്തം ആർക്കായി മാറി? നമ്മുടെ മംഗൂസിനായി മാറി. ആൻഡ് ഐ സോ ഹിം in eggs in his mouth and knew he had been in the poultry. ഇവിടെ പോൾട്രി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ, നമ്മുടെ ഈ കോഴിയുടെയോ താറാവിൻ്റെ ഒക്കെ കൂടിൽ നിന്ന് എടുത്തതാവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോൾട്രി ഉദ്ദേശിക്കുന്നത് അതാണ്, താറാവിൻ്റെ കൂട്, കോഴിക്കൂട്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹി ഡിഡ് നോട്ട് ഹാം ദ ബേർഡ്സ്. അപ്പം അത് ഉറപ്പാണ്, ഈ മംഗൂസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കീരി ഒരിക്കലും ആ ബേർഡ്സിൽ നിന്നും ഉപദ്രവിക്കില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇത് കണ്ടാലും ഗ്രാൻഡ് മദർ ഒന്നും ചെയ്യില്ല. കാരണം എന്താ, ഗ്രാൻഡ് മദർ ഇവനെ ഒരിക്കലും വഴക്ക് പറയില്ല. കാരണം എന്താണ്, അത് എത്ര കാലം വരെ ഈ പാമ്പുകളൊന്നും അതായത് ഈ മംഗൂസ് ഇവിടെയുള്ള, ഈ കീരി ഇവിടെയുള്ള ആരുണ്ട്, പാമ്പുകളൊന്നും ഈ വീട്ടിലേക്ക് അടുക്കില്ല. അതുകൊണ്ട് ഈ മുത്തശ്ശി ഒന്നും എന്ത് ചെയ്യാറില്ല, ഈ മംഗൂസിനൊന്നും പറയാറില്ല. The banyan tree was also the setting for what we were called the strange case of grey squirrel and the white rat. അപ്പം എന്താ, ഈ ബാനിയൻ ട്രീ എന്താണ്, അപ്പോൾ ഒരു സ്ട്രേഞ്ച് കേസ് ഉണ്ടാവാണ്. ഒരു ഗ്രേ സ്ക്വയറൽ, ഒരു ഗ്രേ കളർ ഒരു അണ്ണാൻകുട്ടിയും ഒരു വൈറ്റ് റാറ്റും ഒരു വെള്ള എലിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് കാണിക്കാൻ പോകുന്നത്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. വൈറ്റ് റാറ്റ്, ഇവിടെ ഒരു വെളുത്ത എന്താ പറയുക, എലി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെയാണ്. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. 4 അണ കൊടുത്ത് ബസാറിൽ നിന്ന്, കടയിൽ നിന്ന് വാങ്ങിയതാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എന്ത്, ഈ വെള്ള എലി. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. പക്ഷെ ഞാൻ ഈ റാറ്റിനെ എന്ത് ചെയ്യാറുണ്ട്, റെസ്ക്യൂ കൊണ്ട് എപ്പോഴും ഈ റാറ്റിനെ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്, ഈ ബാനിയൻ ട്രീയുടെ അടുത്തേക്കൊക്കെ പോയി നിൽക്കാറുണ്ട്. ദ ബാനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് up a friendship with one of the squirrels. അപ്പം എന്താ, ഈ
സ്ക്വയറൽ അവിടെ ഉണ്ടായിരുന്ന സ്ക്വയറൽസായിട്ട് ഒരു സ്ക്വയറലായിട്ട് എന്ത് ചെയ്തു, ഈ റാറ്റ് പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ആൻഡ് ലിറ്റിൽ എക്സ്കേർഷൻസ് അമംഗ് ദ ബ്രാഞ്ചസ്. അവർ തമ്മിൽ പിന്നെ കമ്പനിയായി അവർ ഒരുമിച്ച് എക്സ്കേർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ടൂർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, അവർ കറങ്ങാൻ പോകലൊക്കെ കൂടുതലായി അവരൊരുമിച്ച് ഈ ബ്രാഞ്ചസിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ, ഈ ബ്രാഞ്ചിൻ്റെ മുകളിലൊക്കെ കയറാനും ഈ ബാനിയൻ ട്രീമൊക്കെ കയറലും കാര്യങ്ങളൊക്കെ ഒരുമിച്ചായി. ദെൻ ദ സ്ക്യൂറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. അപ്പോൾ എന്താണ്, ആ സമയത്ത് സ്ക്യൂറൽ നമ്മുടെ ഈ അണ്ണാൻ എന്ത് ചെയ്യാണ്, ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീസ് ട്രൈഡ് ടു ബിൽഡ് ഇറ്റ് ഇൻ മൈ ഹൗസ്, ബിൽഡ് ഇൻ മൈ പോക്കറ്റ്. അപ്പോൾ എന്താ, അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ ഈ സ്ക്യൂറൽ എന്ത് ചെയ്യാൻ തുടങ്ങി, അതെൻ്റെ പോക്കറ്റിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത് ഐ ഫൈൻഡ് സ്ട്രോസ് ആൻഡ് ഗ്രാസ് falling it out. അപ്പോൾ എന്താണ് ആവുന്നത്, ഞാൻ എൻ്റെ ഈ റസ്കിൻ വീടിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ഷർട്ടൊക്കെ ഊരി മാറ്റുമ്പോൾ എന്താണ്, സ്ട്രോസ്, ചെറിയ ഈ എന്താ പറയുക വൈക്കോലും അതേപോലെ ഈ ഗ്രാസ് പുല്ലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് വീഴാറുണ്ട്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. നിറ്റിങ്ങോട് ഉദ്ദേശിക്കുന്നത് തയ്ക്കുന്ന സൂചി, തുന്നുന്ന സൂചി എന്ന് ഉദ്ദേശിക്കുന്നത്, തുന്നാൻ നമ്മുടെ സൂചിയില്ലേ, ആ സൂചിയാണ് ഉദ്ദേശിക്കുന്നത്. വാസ് മിസ്സിങ്. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിതൗട്ട് സക്സസ്. നമ്മൾ ആ വീട് മൊത്തം അന്വേഷിച്ചു, പക്ഷെ അതെന്ത് ചെയ്തില്ല, കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലൈൻഡിങ് ഇൻ ദ ഹോൾ ഓഫ് ദ ബാനിയൻ ട്രീ. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിറ്റേ ദിവസം ഞാൻ എന്ത് കണ്ടു, സംതിങ് ഗ്ലൈൻഡിങ്ങോട് ഉദ്ദേശിക്കുന്നത് തിളങ്ങാന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇൻ ദ ബാനിയൻ ട്രീ. ഇപ്പോൾ ബാനിയൻ ട്രീയുടെ ഹോളിൽ എന്തൊരു തിളങ്ങണ പോലെ സാധനം കണ്ടു. ഗോയിങ് അപ്പ് ടു investigate I saw that was the end of grandmother's steel knitting needle. അപ്പോൾ എന്താ, അത് അന്വേഷിക്കാൻ, ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ, അത് അന്വേഷിക്കാൻ കയറി ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ഗ്രാൻഡ് മദറിൻ്റെ സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിൽ. അപ്പോൾ എന്താ, അവിടെ ചെന്ന് നോക്കിയപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. എന്താണ്, ദ ഹോൾ വാസ് ക്രാംഡ്. ഇവിടെ ക്രാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനുമായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് വിത്ത് നിറ്റിങ്സ്, അതായത് ഈ സൂചി മാത്രമല്ല, അവിടെ ഈ എന്താ പറയുക തുണികളുണ്ടായിരുന്നു, വുളൻ ക്ലോത്ത്സിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ആൻഡ് എമംഗ് us the woolen were 3 baby squirrels, all them white. അപ്പം എന്താ, ഈ അവിടെ ഈ സൂചി മാത്രമല്ല കണ്ടത്, അവിടെ അതിൻ്റെ ഇടയിൽ വുളൻസ് എന്ന് പറഞ്ഞാൽ ആ ക്ലോത്ത് എന്നൊക്കെ അർത്ഥം, വുളൻ ക്ലോത്ത് എന്നൊക്കെ അർത്ഥം, അതിൻ്റെ തുണി മെറ്റീരിയലൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതിലെന്താ 3 ബേബി സ്ക്വയറൽസ്, 3 അണ്ണാൻകുട്ടികളുണ്ടായിരുന്നു. ഓൾ ഓഫ് ദം വൈറ്റ്, 3 വൈറ്റ് ആയിരുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വയറൽ ബിഫോർ. ഗ്രാൻഡ് ഫാദർ മാത്രമല്ല, ഒരുവിധപ്പെട്ട ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ആരും ഇങ്ങനെ ഒരു വെള്ള അണ്ണാനെ കണ്ടിട്ടില്ല. വി ഗേസ്ഡ് at them in wonder. Gaze എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. അപ്പോൾ ഭയങ്കര അതിശയത്തോടുകൂടി നോക്കി. We were puzzled for some time, but when I mentioned the white rat frequent visit to the tree, അപ്പോൾ എല്ലാവരും ഭയങ്കര പസിലായ പോലെ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ പോലെ, ഭയങ്കര അതിശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്, ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ് ടു ദ ട്രീ. അപ്പോൾ റസ്കിൻ ബോണ്ടിലൂടെ പറയാണ് എന്ത്, ഈ വൈറ്റ് റാറ്റ് ഇടയ്ക്ക് ഇങ്ങോട്ട് ചെല്ലാറുണ്ട്, ട്രീൻ്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് വുഡ് ബി ദ ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു എന്ത്, ഈ റാറ്റ് ആയിരിക്കും ഈ സ്ക്വയറൽസിൻ്റെ ഫാദർ. റാറ്റ് ആൻഡ് സ്ക്വയറൽ were related to each other. അവർ രണ്ടുപേരും, റാറ്റും ഈ സ്ക്വയറലും, ഈ അണ്ണാൻകുട്ടിയും എലി എന്നൊക്കെ പറയുന്ന ഒരേ വംശത്തിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ he said so it was quite possible for them to have offspring in this case white squirrels. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെ ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞ മക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇറ്റ് ഈസ് പോസിബിൾ. അവർ രണ്ടുപേരും ഒരു വർഗത്തിൽ വരുന്ന ആൾക്കാരാണ്, ഒരു വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്, ഒരേ ക്ലാസ്സിൽ വരുന്ന ആനിമൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാമെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം അവർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. റസ്കിൻ ബോണ്ടും മരം തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, മരത്തിലാ എന്താ പറയുക ഒരുപാട് കിളികളും അവരൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആംബിയൻസ്. പിന്നെ രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോബ്രയും ആ മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇൻസിഡൻറ്റ് 3 വൈറ്റ് സ്ക്വയറൽസ്, 3 വെളുത്ത അണ്ണാൻകുട്ടികൾ ഉണ്ടാവുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, സൈഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒന്നും പേടിക്കേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഇതിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് എക്സസൈസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ ഗ്രാമറൊക്കെ വരുന്നുണ്ട്, ഇതിൽ കുറേ ഗ്രാമറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഗ്രാമറൊക്കെ നമുക്ക് ഒരു ഗ്രാമർ അറിയില്ലെങ്കിൽ നമ്മൾ ബേസ് തൊട്ട് നമ്മൾ ഗ്രാമർ എടുക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.